കൊറോണ വ്യാപനത്തിന് പിന്നാലെ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാൻ ഒരുങ്ങുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. അതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യമായി തന്നെ ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് പ്രവാസികൾ ഏറെ ആശ്വാസത്തോടെയാണ് നോക്കിക്കാണുന്നത്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൾഫിലെ വേനൽക്കാലാവധികൾ പലരും മറ്റ് രാജ്യങ്ങൾ കാണാനായി മാറ്റിവെക്കാറാണ് പതിവ് രീതി. മിക്കവർക്കും സ്ഥിരം ചില ലക്ഷ്യസ്ഥാനങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതറിഞ്ഞതുകൊണ്ട് തന്നെ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. കോവിഡ് ഭീതിക്ക് അല്പമൊരാശ്വാസമായതോടെ തന്നെ ആളുകൾ പഴയതുപോലെ സഞ്ചാരപ്രിയരായി തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പല രാജ്യങ്ങളും GCC വിനോദസഞ്ചാരികൾ ഇളവുകളും ഏർപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് GCC സഞ്ചാരികൾക്കുള്ള സ്വിസ് സർക്കാരിന്റെ ഇളവുകളാണ്. ഇത് പ്രകാരം കോവിഡ് വാക്സിൻ 2 ഡോസും സ്വീകരിച്ച GCC വിനോദസഞ്ചാരികൾക്ക് മുൻകൂർ കോവിഡ് പരിശോധന ഇല്ലാതെ തന്നെ സ്വിറ്റ്സർലാൻഡ് സന്ദർശിക്കാം എന്നതാണ്. ഇവർക്ക് പ്രത്യേക ക്വാറന്റീനും ആവശ്യമില്ല. ജൂൺ 28 മുതൽ നിയമം പ്രാബല്യത്തിലാകും. കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ടൂറിസം മടങ്ങിവരവിന്റെ ആദ്യപടിയായാണ് സ്വിസ് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പുതിയ തീരുമാനം. ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ജൂൺ 23 ചേർന്ന പാർലമെന്റിൽ ഉണ്ടാകുമെന്നാണ് വിവരം. താല്പര്യമുള്ളവർക്ക് PFS ഔട്ട്ലെറ്റുകൾ വഴി വിസയ്ക്ക് അപേക്ഷിക്കാം. ഇമിറാത്തി യാത്രക്കാർക്ക് വിസയുടെ ആവശ്യമില്ലെന്നും GCC സ്വിറ്റ്സർലാൻഡ് ടൂറിസം ഡയറക്ടർ മത്യാസ് അൽബ്രച്ച് പറഞ്ഞു. അതേസമയം GCC സഞ്ചാരികൾ തിരികെ മടങ്ങുമ്പോൾ കോവിഡ് RT-PCR പരിശോധനയും മറ്റ് പ്രവേശന ചട്ടങ്ങളും കർശനമായി പാലിച്ചിരിക്കണം. GCCയിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേനൽക്കാലമാണ് പലരും യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. വിനോദസഞ്ചാരികളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 2 ഡോസും സ്വീകരിച്ച UAE നിവാസികൾക്ക് 19 രാജ്യങ്ങളിൽ ക്വാറന്റൈൻ വേണ്ടെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് ഒരാഴ്ച മുമ്പ് അറിയിച്ചിരുന്നു. സ്പെയിനാണ് UAEയിൽ നിന്നും പറക്കാനുള്ള പുതിയ ടൂറിസ്റ്റ് ലക്ഷ്യസ്ഥാനം. യാത്രാ തീയതിക്ക് 14 ദിവസം മുൻപെങ്കിലും വാക്സിൻ എടുത്തവർക്ക് സ്പെയിനിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇതോടെ വാക്സിൻ എടുത്തവർക്ക് പറക്കാനുള്ള ലക്ഷ്യസ്ഥാനങ്ങളുടെ എണ്ണം 30 ആവുകയാണ്. ജൂലൈ മുതൽ എമിറേറ്റ്സ് എയർലൈൻ ദുബായിൽ നിന്ന് യൂറോപ്പ്, US, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക തുടങ്ങിയവയിലേക്ക് സർവീസ് നടത്തും. 280-ലേറെ പ്രതിവാര സർവീസുകളും ഉണ്ടാകും. യാത്രക്കാർ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയിരിക്കണം. കൂടാതെ ഫൈസർ, ബയോടെക്, സിനോഫാം, ആസ്ട്രസെനക്ക തുടങ്ങി യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി അംഗീകരിച്ചതോ ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര ഉപയോഗ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതോ ആയ വാക്സിൻ ആയിരിക്കണം സ്വീകരിക്കേണ്ടത് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.